ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നെറുകേടിന് നേരിട്ട് ഇതുവരെ ഒരു മറുപടിയും റഷ്യ കൊടുത്തിട്ടില്ല. ഇറാന് സഹായം ചെയ്തു കൊടുക്കുന്നു, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ വല്ലാതെ സഹായിക്കുകയാണ്, അവർക്ക് താവളങ്ങൾ ഒരുക്കി കൊടുക്കാൻ വരെ ഇപ്പോൾ റഷ്യ തയ്യാറായി നിൽക്കുന്നു എന്നൊക്കെ ഇസ്രായേൽ വാദം പറയുമ്പോഴും അമേരിക്ക അതിനെപ്പറ്റി ഒന്നും തിരിച്ചും പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. GCC രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ഇറാന് കഴിയുന്നില്ല. സൗദി ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. സൗദിയുടെ ആക്രമണം ഇറാന് ആഘാതമുണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പല തോതിൽ അമേരിക്കൻ മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് അടക്കം അമേരിക്കയുടെ മുൻനിര മാധ്യമങ്ങൾ ആഘോഷപൂർവ്വം അത് കൊണ്ടാടുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇസ്രയേലിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. പ്രോക്സി ഗ്രൂപ്പുകൾ പതിവ് കവിഞ്ഞ രീതിയിൽ ആത്മധൈര്യത്തോടെ പതിവിലും ശക്തമായി തന്നെ തിരിച്ചടിക്കാനും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റ് വിട്ട് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് അവർ വേരുറപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സൗദിയെ സംബന്ധിച്ചിടത്തോളം അവർ GCC രാജ്യങ്ങളിൽ അവർ മറ്റുള്ളവരുടെ കൂടി പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം സൗദി ഇപ്പോഴും നേരിട്ട് ഇറാൻ ആക്രമിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത് എപ്പോൾ വേണമെങ്കിലും തെറ്റാം. GCC രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി നിബന്ധനകൾ അത് പരിപൂർണമായി റദ്ദാക്കപ്പെടുന്ന ഒന്നല്ല. അമേരിക്കയുമായുള്ള പ്രശ്നത്തിൽ സൗദി അമേരിക്കയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നതായിരുന്നല്ലോ ഇറാന് നേരെയുള്ള ആക്രമണം. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരെയുള്ള സൗദിയുടെ ആക്രമണത്തിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സൗദിയെ കൂടുതൽ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ഇറാൻ ബോധപൂർവം മനസ്സിലാക്കിയിരിക്കുകയാണ്. മറ്റ് GCC രാജ്യങ്ങൾ, UAEയും ഖത്തറും ബഹ്റിൻ അടക്കമുള്ള മറ്റ് GCC രാജ്യങ്ങളെ വിളിച്ചു ചേർത്ത് ഇറാൻ വളരെ ആസൂത്രണപരമായി നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ രണ്ട് പ്രധാന യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായി. ഈ ഒടുവിൽ 2026 ഫെബ്രുവരി 28-നുണ്ടായ യുദ്ധ സാഹചര്യം അത് ഏറെക്കുറെ ഇസ്രയേലിൻ്റെ ആത്മവീര്യത്തെ തല്ലിക്കെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇസ്രയേൽ ചിന്തിക്കുന്ന വഴിയേ അല്ല അമേരിക്കയും പെൻറ്റഗണും ചിന്തിക്കുന്നത് എന്നതും മൊസാദിനെ തള്ളിപ്പറയേണ്ടടുത്ത് തള്ളിപ്പറയുക തന്നെ വേണം. അതല്ലാതെ അമേരിക്കയുടെ നെഞ്ചത്ത് കയറിയിരുന്ന് അമേരിക്കയുടെ നയങ്ങളെ കുറ്റം പറയാനുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒടുവിൽ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇസ്രയേലിനെതിരെ, ഇസ്രയേലിൻ്റെ ഭരണാധികാരിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു രീതിയിലുള്ള പ്രസ്താവനകളും പറഞ്ഞിട്ടുമില്ല. വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് അമേരിക്ക ഇസ്രയേൽ തമ്മിലുള്ള പ്രശ്നം അതിതീവ്രമാകാൻ പോവുകയാണ്. അതിന് കാത്തിരിക്കുകയാണ് റഷ്യയും അതുപോലെ ഇറാനും.